കുറേ നേരമായിട്ട് ഞാൻ തന്നെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക. അമ്പിളിക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിച്ചോളൂ കേട്ടോ. ആരോമലേട്ടൻ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? പറയരുത്, ജമ്മണ്ടങ്ങ് പറയരുത്. എനിക്ക് മനസ്സിലാവണില്ല, അളിയൊന്ന് ക്ലിയർ ആയിട്ട് പറയൂ. എടാ, അത് രാത്രി സംസാരിച്ചോണ്ടിരിക്കുമ്പോഴേ അമ്പിളി ചിലപ്പോൾ ചോദിക്കും പ്രേമുണ്ടായിരുന്നോ, സെറ്റപ്പ് ഉണ്ടായിരുന്നോ. ഒന്നും വിട്ടു പറയരുത്. പറഞ്ഞ ലൈഫ് ടൈം തീർന്നു. ഇനി അവളോട് വേണമെങ്കിൽ ചോദിക്കാം, അതിന് തെറ്റൊന്നുമില്ല. അവളായിട്ട് എന്തെങ്കിലും പറഞ്ഞ അതൊരു ബോണസാ. ഈ ഉണ്ണിയളിയൻ പ്രേമം ഉണ്ടായിരുന്നോന്ന്? ഞാനോ? നെവർ. യു ലക്കി. ഇത് പറയാനാണ് ഇത്ര നേരം എടുത്തേ? എന്തത്? എന്നാ എനിക്കൊരു പ്രേമം ഉണ്ടായിരുന്നു പഠിക്കുന്ന കാലത്ത്. ആര്? സുജിത്ത് വാസു. ബിജിത്തോ? സുജിത്ത് വാസു. എന്തിനാണ് കരയണത്? ഞാൻ എത്ര ആത്മാർത്ഥമായിട്ടാന്ന് അറിയാം അവനെ പ്രേമിച്ച്. പക്ഷെ ദൈവം തീരുമാനിച്ചിട്ടുണ്ട്, അതേ നടക്കൂ. ഫസ്റ്റ് നൈറ്റില് ശവത്തെ കുത്തല്ലമ്പളി. ആരോമലേട്ട, എനിക്ക് മനസ്സ് തുറന്ന് സംസാരിക്കണം. എന്താ അവന്റെ പേര്? സുജിത്ത് വാസു. എന്ത് വാസു? സുജിത്ത് വാസു. ആപ്പിൾ, മുന്തിരി, ഓറഞ്ച്, മെയ്ഡ് ഇൻ കാനഡ. ആരോമലേട്ടനെ പുറത്തു പോയിട്ട് ഇപ്പൊ വരാം. അമ്പിളി ഓർമ്മകളൊക്കെ അയവിറക്കിയിട്ട് ഇവിടെ കിടന്നോ? ചാച്ചിക്കോ? എനിക്ക് കാണുന്ന സുജിത്തിനെ. കാണാം. ഇപ്പൊ കാട്ടിത്തരാട്ടാ, കാട്ടിത്തരാം. ബോണസ് ഇട്ടിട്ടാ, ബോണസ് ഇട്ടി. അമ്പിളി അറിഞ്ഞടിച്ചത് അമ്പിളി കുമ്പിളി അതൊന്നും അല്ല. ഒരു ഉരുളായിട്ട് പറയാ. എഴുന്നേറ്റേ, ഇങ്ങോട്ട് വന്നേ. എന്തോടെയാ വന്നേ ഇങ്ങോട്ട്. എന്തോ പ്രശ്നമോ? അമ്പിളി കുടിച്ചാക്കി പ്രശ്നമോ ഇന്ന്? നമ്മുടെ അമ്പിളി കുടിക്കോ? നിങ്ങൾ എനിക്ക് വേണ്ടി കുടിക്കാൻ ഓറഞ്ചും ഐസ് ക്യൂബും നന്നാരി സർവത്തൊക്കെ വെച്ചൊരു സാധനം ഉണ്ടാക്കിയില്ലേ? അതാരെന്റെ മുറി കൊണ്ട് വെച്ചത്? ഞാൻ ചോദിക്കാം, ശ്രദ്ധിച്ച് കേൾക്കണം. എനിക്ക് കുടിക്കാനായി ഉണ്ടാക്കിയ സാധനം എന്റെ മുറിയിൽ ആരും കൊണ്ടുവച്ചത്? ഞാൻ. മോളെ ശ്രീകുട്ടി, കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തോണ്ട് വന്നേ മോളെ. ഇവിടെ വെച്ച ശരിയാവില്ലോട്ടാ. നിന്നോട് അടുക്കളയിൽ വെക്കാനല്ലേ പറഞ്ഞേ? അടുക്കളയിൽ വെച്ച് ആരെങ്കിലും എടുത്ത് കുടിക്കണ്ടെന്ന് സേഫ് ആക്കി ഞാൻ റൂമിൽ കൊണ്ടുവച്ചല്ലോ. എന്നിട്ട് നീ അളിയനോട് പറഞ്ഞാ? ഞാൻ സാധനം വെച്ചൊന്ന് പുറത്തുനിന്ന് അളിയനെ കാണിച്ചില്ലേ? ഇങ്ങനെ സാധനം ഉള്ളിരിപ്പുണ്ടെന്ന് ഇങ്ങനെ കാണിച്ച അളിയ ഇങ്ങനെ. മുറി എന്ന് പറയുമ്പോ ഇങ്ങനെ കാണിക്കുമ്പോഴല്ലേ മനസ്സിലാവുള്ളോ. ഞാൻ പിന്നെ എങ്ങനെ കാണിച്ചത്? താങ്ങണ്ടല്ലേ, ചോറായി പോയി. അളിയോട് വന്നേ, ഒരു പെഗ്ഗല്ലേ അടിച്ചുള്ളോ? അത് മോര് വെള്ളം കൊടുത്ത് ശരിയാക്കാം. വെയിറ്റ്. ഞാനിങ്ങനെ കറക്റ്റായി കാണിച്ചു കൊടുത്തിരുന്നു. മനസ്സിലാവഞ്ഞിട്ടാ. അളിയോട് വന്നേ, നീയപ്പത് കുടിച്ചില്ലേ? ഞാൻ അടുക്കളയിലുള്ള ഏതോ ജ്യൂസ് എടുത്താ കുടിച്ചത്. അതൊന്നുമല്ല പ്രശ്നം. അളിയൻ ചോദിച്ചിട്ട് അവൾ എന്റെ അടുത്ത് ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചു. എന്നിട്ട് ഞാനില്ലെന്ന് പറഞ്ഞു. അതല്ലേ സത്യം. അപ്പൊ നീ തിരിച്ചു ചോദിച്ചില്ലേ? എന്തിനാ ചോദിക്കണത്? അതിനു മുമ്പേ അവള് പറഞ്ഞു അവൾക്കാരെ ഇഷ്ടമുണ്ടെന്ന്. ഈ എക്സ്-ലവറിന്റെ കേസ് അമ്മ എങ്ങനെ അറിഞ്ഞിട്ടുണ്ടാ? ആരും അറിഞ്ഞിട്ടില്ല. ഞാൻ നൈസായിട്ട് അവിടെ മുറി കിടത്തിട്ടാ പോന്നേക്കണത്. അല്ല, അത് മൊത്തം കുടിച്ചായിരുന്നു. മൊത്തം കുടിച്ചോ പാതി കുടിച്ചോ ഒന്നും എനിക്കറിയാൻ പാടില്ല. അവൾക്കിപ്പോ സുജിത്ത് വാസുവിനെ കാണണം. ഉണ്ടാവും നിന്റെ ഒരെണ്ണം എടുക്കാൻ. അപ്പൊ മൊത്തം കുടിച്ചു. പണ്ടാറോടങ്ങാൻ വണ്ടി വാങ്ങോട്ട്. അടിപൊളി ദിവസമായിരുന്നു. മൂടാ പോയി. അളിയാ, ഏതാ പുതിയ സുജിത്ത് വാസു? എന്റെ ഫസ്റ്റ് നൈറ്റ് കൊള്ളാക്കാൻ വന്ന ഏതൊരു പ്രാന്തൻ. ഏതാ ഏരിയ? അത് ചോദിക്കാനല്ലേ നമ്മളങ്ങോട്ട് പോണത്. സുജിത്ത് വാസുവാണോ?
ഇത് വേറെ വൃത്തിയിട്ടോൻ. ഓ എന്തൊരു വൃത്തിട്ടന്മാരാണ് ഈ ലോകത്ത്. എന്തൊരു ക്രൗഡ്. ആ മരുന്നിടത്ത് വെച്ച് കാണാം. ഇവരോടൊന്നും പറഞ്ഞ നീ? ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. ഇല്ല. ഒന്നവിടെ നിന്നേ. നിങ്ങൾ എന്ത് പരിപാടി കാണിച്ചേ? എന്ത് കാണിച്ചു നീ പറയണേ? നിങ്ങളോട് ഞാൻ 100 വട്ടം പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ ഒട്ടുക്കത്തെ ഒരു കുടി. നിങ്ങളല്ല ഈ പെങ്കൊച്ചിന് കള്ളു കൊടുത്തേ? ഞാനെന്നാ ഇവനെ കൊടുത്തത്. നീയാണോടാ? ഞാനൊന്നുമില്ല. അളിയനാണ് കോൺഫിഡൻസ് വരും ഒരെണ്ണം അടിക്കാൻ പറഞ്ഞത്. അതാണ് അമ്പിളി എടുത്ത് വിഴുങ്ങിയത്. ഇല്ല അമ്പിളി. എന്റെ അജിയെ നിങ്ങളെ അത് ചെയ്യുള്ളൂ. സ്വന്തം ആദ്യരാത്രിക്ക് മൂക്ക് മുട്ട കുടിച്ചേച്ച് വായനാറ്റം കൊണ്ട് കയറി വന്ന മനുഷ്യനല്ലേ നിങ്ങൾ? ആഹാ എന്നിട്ട് തറ കടന്നല്ലേ നിങ്ങൾ ഉറങ്ങിയത്? നോണക്കഥ പറഞ്ഞ് ചതിക്കരുന്നല്ലേ? ഈ കൊച്ചിന് എന്തെങ്കിലും പറ്റോ? ആര് സമാധാനം പറയും? എന്റെ അമ്മ ഒരു സ്മോൾ അവന് കൊടുത്തെന്നുള്ള സത്യന്. പക്ഷെ കൊച്ചു കയറി കഴിക്കുന്ന നമുക്കറിയില്ല. ഇതിനെന്തൊക്കെ പറ്റിയ നീ സമാധാനം പറയോ? എല്ലാരും തൂകും. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ നോക്കട്ടെ. ഞാനും വരാം. നോക്ക്. ഇതൊരെണ്ണടിച്ചിട്ടുള്ള മൂടൊന്നല്ലടാ. സുജിത്ത് വാസു. അതെ എടുത്തോ. ബെഡ്റൂമിൽ എടുത്തിക്കോ. ഞാൻ പൊടിവെള്ളം കലക്കിട്ട് ജനലെ കൂടെ തരാം. ജെല്ലിക്കുടി എന്തിനാ? ടോറി കൂടി തന്നാ മതി. പറഞ്ഞേക്ക്. അങ്ങനെ പറ്റുള്ളൂ. ഓ അങ്ങനെയുണ്ടല്ലേ? ചേച്ചി നമുക്ക് കൊച്ചിനെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടായാലോ? അല്ലാണ്ട് എല്ലാരും കൂടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് എന്തിനാ? അമ്മായി ഇവിടെ മോരിപ്പുണ്ടാ? ഓ അവന്റെ മോര്. കാര്യങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഫസ്റ്റ് നൈറ്റ് എന്തായാലും നടക്കില്ല. അടുത്ത ദിവസം നോക്കാം. എന്റെ ദൈവമേ, ഞാൻ അപ്ലൈ പറഞ്ഞതൊന്നും വേണ്ടാന്ന്. ഇരിക്കണ ഇരിപ്പുണ്ടില്ല എന്റെ അമ്പിളി. ഇവളീ പറയുന്ന സുജിത് വാസുവിനെ നിനക്ക് അറിയോ? വല്ലത് പറഞ്ഞിട്ടുണ്ടോന്ന്? ആരെ എനിക്കറിയാൻ പാടില്ല. അളിയനെ അറിയോ? ഞാൻ കേട്ടിട്ടും കൂടി ഇല്ല. ആ കൊച്ചേ ആരേ സുജിത് വാസു? ആ അബേ ഉണ്ണിളി ചോദിക്കും. ഉണ്ണിളിയാ ചോദിക്കും. വാ. അമ്പളി ആ അന്ത പയ്യൻ സുജിത്ത് വാസു യാര്? ആ சொல்லுங்க അമ്പിളി. ഉണ്മയെ சொல்லுங்க. ഡാ ഏ അവള് തമിഴത്തി അല്ലടാ. അയ്യോ അള്ള. നീയൊക്കെ കലക്കി കൊടുത്ത സാധനം കുടിച്ച് വന്ന അവസ്ഥയാണ് അവന്റെ. മലയാളത്തെ ചോദിക്കും. അന്ത പയ്യൻ. സുജിത്തും വാസുക്കാരാ? അച്ഛനും മോനായിരിക്കും. നിങ്ങൾ തമ്മിൽ കോണ്ടാക്ട് ഉണ്ടാ? ഇഷ്ടത്തിലായിരുന്നോ? ആ വന്നിണ്ട് മാ വെച്ചെന്താണ്. ആ താങ്ക് യു. എല്ലാം പോയി ഉണ്ണിളിയാ, എല്ലാം പോയി. സിമി കുറച്ച് വെള്ളം എടുക്ക്. ഒരു നാരങ്ങ അവിടെ കൊണ്ടുപോയി. ആ കസേര എടുക്ക്. കസേര എടുക്ക്. ഇവിടെ ഇരിക്കും, ഇവിടെ ഇരിക്കും. ഇവിടെ ഓ താങ്ക് യു. അവക്ക് കൊടുക്കാം. ആ അതൊന്ന് പിടിച്ച ചെറുനാരങ്ങ. അമ്പിളി ഓക്കെ ആണോ? അംബികെ അംബികെ ഒന്നിട്ട് വന്ന്. അമ്പിളിയുടെ നാത്തൂനോ? ഹലോ ഹലോ, നിങ്ങളുടെ മോൾ ഇവിടെ വെള്ളം ഒടിച്ചിട്ട് കുറച്ച് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. രണ്ടാളും പെട്ടെന്ന് വരണം. എന്താ? അല്ല വെള്ളം ഒടിച്ച പ്രശ്നം പെട്ടെന്ന് വരണം. അതെ, ഒന്ന് നിർത്തി പറയൂ. നിങ്ങളുടെ മകള് മദ്യപിച്ച് ഇവിടെ ലേശം പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ബാക്കി വന്നിട്ട് പറയാം. അവരെന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല. ഒന്നും പറഞ്ഞില്ലേ? ഇനി അവരടിച്ചിരിക്കണോ? അതെ, ഇവിടെ നടന്ന കാര്യം ആരെങ്കിലും പുറത്തു പറഞ്ഞോ എന്റെ തനി സ്വഭാവം അറിയും. മനസ്സിലായാ? ഹലോ, എടി നീ അറിഞ്ഞാ? എന്തറിഞ്ഞാന്ന്? എടി നമ്മുടെ ആരോമലില്ലേ, ആരോമലിന്റെ പെണ്ണ് ഇവിടെ വെള്ളം അടിച്ചിട്ട് ഭയങ്കര വിഷയമെന്ന്. കല്യാണ പെണ്ണാ? അയ്യോ, എന്നിട്ട്? നീ ഇതാരോടും പറയാൻ നിക്കണ്ടേട്ടാ. ഓക്കെ എന്നാ വെച്ചോ. അല്ല, വെക്കല്ലേ. പെണ്ണുങ്ങളോട് ഇങ്ങനെ പറഞ്ഞാലേ 10 പേരെടുത്ത് കൂടുതൽ പറയത്തുള്ളൂ. ഇനി അടുത്താരാ? സീഡ് സുധ എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പേരോട് അറിയും. അല്ലേ വേണ്ട, ഗ്രൂപ്പിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ മൊത്തം ആൾക്കാരും അറിഞ്ഞോളും. പ്രിയ ഗ്രൂപ്പിലെ അംഗങ്ങളെ, വാളം വെച്ചു. ഇനിയുള്ള സംഭവങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ അപ്പപ്പോൾ വോയിസ് ആയിട്ടിടാം. അപ്പോൾ എല്ലാവരും അത് കേട്ടിട്ട് അപ്പം തന്നെ ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ ഗുഡ് നൈറ്റ്, അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ക്രിസ്മസ്. ഓക്കെ? പട്ടി
എന്തുണ്ട് പരിപാടി? മോര് ആർക്കാ? അമ്പിളിക്ക് കൊടുക്കണ്ടേ? ഈ ഒരെണ്ണം കൊടുത്ത് എന്റെ ക്ഷീണം അവിടെ മാറിയിട്ടില്ല. നീ എത്ര വെച്ചിട്ടുണ്ടായിരുന്നു? ഇത്ര കഴിച്ചു. ശരിക്കും പറയും. 2.5 കഴിച്ചു. എന്താ 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 നിന്റെ കുഞ്ഞമ്മര മോനില്ലേ ഒരു വെട്ടുള്ള സ്വഭാവത്തിന് കൊടുത്തുള്ളത്. ചാവാഞ്ഞ് നിന്റെ ഭാഗ്യം, മനസ്സിലായ? നീ അമ്പിളിക്ക് ഒരു ഫുൾ ഗ്ലാസ് വെച്ചെടുത്താ? കൈ വിറച്ചു ഒഴിച്ചപ്പം ഏതാണ്ട് ഫുൾ ഗ്ലാസ്. ഫുൾ ഗ്ലാസ് വരെ നിന്റെ കൈ വരച്ച്? ഏതാണ്ട്. ഞാൻ തന്നെ തെറ്റിയത് എൻ്റെ അടുത്ത്. ഒരു കല്യാണമല്ലേ കഴിച്ചോളൂ. കൊടുത്താണ്ടല്ല ഇവൻ കുടിക്കുന്ന പോലെ കട്ടൻ ചായ കുടിക്കുന്ന പോലെ എല്ലാവരും കുടിക്കുന്നവന്റെ ധാരണ തരാട്ടാ എനിക്ക്. സൂപ്പറായിട്ടുണ്ട്. ബാ. ഓയാ ഉണ്ണി ഞാൻ വരാറായോ? വരാറായിട്ടില്ല. വരാറാകുമ്പോ ഞാൻ പറയാം ട്ടാ. പോവാ. ഊട്ടിയിലാ പോയെ. വല്ല ടെസ്റ്റ് ഉണ്ടാ? എങ്ങാണ്ട് ടൂർ പോയ കഥ പറഞ്ഞോണ്ടിരിക്കുക. ടൂർ പോയാ അങ്ങനെ ഞങ്ങൾ പിറ്റേന്ന് രാവിലെ തന്നെ ഒരു ഭയങ്കര മഞ്ഞുള്ളൊരു സ്ഥലം ഉണ്ടായിരുന്നു. ആ സ്ഥലത്തോടു കൂടി ഇങ്ങനെ നടന്ന് ആ ഒരു പുഴയുടെ അടുത്തെത്തി. പുഴയിൽ ഒരു ബോട്ടുണ്ടായിരുന്നു. ആ ബോട്ടിൽ കയറി ഞങ്ങൾ ചവിട്ടി. ഞാനൊരു കാര്യം ഓപ്പണായിട്ട് ചോദിച്ചാൽ പ്രശ്നമില്ലല്ലോ? ഇല്ല. വേറെ ഒന്നുമല്ല, ഓരോ ആളുകൾക്കും ഓരോ ആഗ്രഹങ്ങളും സങ്കല്പങ്ങളൊക്കെ ആണല്ലോ. അപ്പം അമ്പിളിക്ക് അതേപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. ഞാൻ വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞ് ഡീൽ ചെയ്തോളാം. ഏയ് എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്. ആണോ? എനിക്ക് നാണം തന്നെ. അമ്പിളിക്ക് വരുന്നുണ്ടോ? നൈസ് സ്മൈൽ. എന്റെ മോളെ നീ കുറെ നേരമായാലോ ചവിട്ടാൻ തുടങ്ങിട്ട്. ഉണ്ടായ കാര്യം പറ. ബോട്ട് ചവിട്ടി പുഴയുടെ നടുക്ക് ചെന്നപ്പോ അല്ല ഞാൻ ചോദിച്ചു, ചെന്നപ്പോ അവരെനിക്ക് തന്നു. എന്ത്? കിട്ടിമുട്ടായി. ഊട്ടിപ്പോവാ? അതെന്ത് പോവും? ഹെലിക്രിസം പ്രാക്ടീസ്. എന്റെ ദൈവമേ. ആരോലെ നീ അവള് റൂമിലേക്ക് കൊണ്ടുപോയേ. അവള് കുറച്ചേരം കടന്ന് ഉറങ്ങട്ടെ. ബാമ്പടി. നിന്റെ കല്യാണത്തിന് ആരെ വിളിച്ചില്ലേലും നീ എന്നെ വിളിക്കണം, ഒരു കുപ്പി എടുക്കണം. ഇവിടെ നിന്ന് ഇറക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ബന്ധം തീർന്നു. എന്റെ പൊന്നിട്ട് നീ കാണിക്കണം. നീ എന്നെ കൊള്ളാൻ കൊണ്ട് കിടക്കണം മനുഷ്യൻ. ഞാൻ ഇവിടുത്തെ പ്രശ്നം ഒന്ന് തീർക്കട്ടെ. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് എന്നെ കണ്ടില്ലെങ്കിൽ നീ വിട്ടോ. ശരി. കൊച്ചിന് കണ്ണു കൊടുത്തേ. ഇനി കുഴപ്പമില്ല, ഞാൻ സംസാരിക്കാം. അമ്മ ഞാൻ അമ്മാവന്റെ ചിച്ചിരി ചുണ്ടി എന്റെ കൊച്ചിനെ കൊച്ചിനാണ് കണ്ണു കൊടുത്തേ. നിങ്ങളാണ് കൊച്ചിനെ കണ്ണു കൊടുത്തേ. ആരാണ് കൊച്ചിനെ കണ്ണു കൊടുത്തേ? നീയാണ് കണ്ണു കൊടുത്തേ. മോൻ എന്തെങ്കിലും ഒഴിച്ചു കൊടുത്തായിരുന്നോ? ഇല്ല. അല്ല എന്തെങ്കിലും കലക്കി കൊടുത്തോ കൊച്ചിന്? ഇല്ല. എന്തെങ്കിലും അമ്മാവാ ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറയട്ടെ. അല്ലെങ്കിൽ തന്നെ കൊച്ചു വിഷമിച്ചിരിക്കുകയാണ് വെറുതെ കള്ളുടിച്ചിട്ട്. നിങ്ങളിങ്ങനെ എല്ലായിടത്തും തള്ളി നടന്നോ? അതെ, നിങ്ങൾക്ക് എന്തൊരു ഉത്തരവാദിത്തമുണ്ടോ? നിങ്ങളുടെ കൊച്ചിന്റെ കാര്യത്തിൽ എന്തൊരു ഉത്തരവാദിത്തമുണ്ടോ? ഞാൻ ഈ കല്യാണം വേണ്ട എന്ന് പറഞ്ഞാ എന്തായി? ഒന്നുമില്ലെന്നേ, ഒരു പ്രശ്നമില്ലെന്നേ. പിള്ളേർക്കേ ഇവിടെ കുടിക്കാൻ കുറച്ച് ആൽക്കോൾ വെച്ചു. മോൾ അത് അറിയാതെ എടുത്തു കുടിച്ചു, അത്രേ ഉള്ളൂ. പിന്നെ ഇവിടെ 3 നേരം ആൽക്കോൾ ആണല്ലോ നിങ്ങളുടെ പിള്ളേര് കഴിക്കുന്നത്. എന്താ നിനക്ക് വേണ്ടത്? എന്താ നിനക്ക് വേണ്ടത്? സുജിത്ത് വാസുനെ കാണണം. എന്താ? എനിക്ക് സുജിത്ത് വാസുനെ കാണണം അച്ഛാ, ഇപ്പൊ തന്നെ കാണണം. എന്താ മോളെ നീ പറയുന്നത്? ആരാ? കൊണ്ടുപോവാ.
സെൽഫ് എടുക്കണല്ല. കീ ഓൺ ചെയ്തിട്ടില്ലായിരുന്നു. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അളിയച്ചല്ലേ? അതെ, എല്ലാവരും കേൾക്കാൻ പറയാം. ഇവിടെ കെട്ടിക്കൊണ്ട് നേട്ടം മണിക്കൂർ എത്രയേ ഉള്ളൂ. ആ നേരം കൊണ്ട് നിങ്ങൾ എല്ലാവരും എൻ്റെ കൊച്ചിനെ ഉടുപ്പിച്ചെടുത്തില്ലേ? നമ്മളെ കുടിപ്പിച്ചല്ല, അവളാണ്ട് മാറി കുടിച്ചാ. ഓഹോ, അങ്ങനെ ആയിരുന്നല്ലേ? കേട്ടില്ല എല്ലാവരും? മാറിക്കുടിച്ചാന്ന്. എങ്ങനെ മാറിക്കുടിച്ചു? അതോ മാറ്റി കൊടുത്തതോ? എന്താ മിണ്ടാത്ത പുട്ടിപ്പോ? പറ, പറയാത്തതാ മിണ്ടാത്ത പുട്ടിപ്പോ? ചേട്ടാ, ചേട്ടാ അങ്ങോട്ട് മാറിയിക്ക്, ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ. നീ അങ്ങോട്ട് മാറി നേടിയെന്നോ? ഇവിടെ മൊത്തം കുടിയന്മാരാ, ഫുൾ കുടിയന്മാരാ. കള്ളും കുടിച്ച് കുടുംബത്തിൽ കയറിയെന്ന് അനാവശ്യം പറയരുത്. ഓ, ഞാൻ പറയുന്ന അനാവശ്യം എല്ലാവരും കേൾക്കാൻ പറയാ. ഇവിടെ കെട്ടിക്കൊണ്ട് നേട്ടം മണിക്കൂർ എത്രയേ ഉള്ളൂ. ആ നേരം കൊണ്ട് നിങ്ങൾ എല്ലാവരും എൻ്റെ കൊച്ചിനെ ഉടുപ്പിച്ചെടുത്തില്ലേ? നമ്മളെ കുടിപ്പിച്ചല്ല, അവളാണ്ട് മാറി കുടിച്ചാ. ഓഹോ, അങ്ങനെ ആയിരുന്നല്ലേ? കേട്ടില്ല എല്ലാവരും? മാറിക്കുടിച്ചാന്ന്. എങ്ങനെ മാറിക്കുടിച്ചു? അതോ മാറ്റി കൊടുത്തതോ? എന്താ മിണ്ടാത്ത പുട്ടിപ്പോ? പറ, പറയാത്തതാ മിണ്ടാത്ത പുട്ടിപ്പോ? ചേട്ടാ, ചേട്ടാ അങ്ങോട്ട് മാറിയിക്ക്, ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ. നീ അങ്ങോട്ട് മാറി നേടിയെന്നോ? ഇവിടെ മൊത്തം കുടിയന്മാരാ, ഫുൾ കുടിയന്മാരാ. കള്ളും കുടിച്ച് കുടുംബത്തിൽ കയറിയെന്ന് അനാവശ്യം പറയരുത്. ഓ, ഞാൻ പറയുന്ന അനാവശ്യം. എവിടെ നമ്മുടെ മരുവാൻ? നീയാണോ മരുവൻ? മരുമോനെ സത്യം പറ, മരുവൻ കുടിച്ചിട്ടുണ്ടോ? ഒരു വെളിവുള്ള ആൾ കൂടെ ഉള്ള സത്യം പറവനെ. എന്താ പറ്റിയ? അമ്മാവ എനിക്ക് കുടിക്കാനേ. എനിക്ക് എന്താ കുടിക്കണോ? എനിക്ക് കുടിക്കാനായിട്ടേ. നിനക്ക് കുടിക്കാൻ വേണ്ടിട്ട് എല്ലാം അമ്മച്ച് കുടിക്കാൻ വേണ്ടിട്ട്. പിന്നെ അല്ല, എനിക്ക് കുടിക്കാൻ ഉണ്ണിയളിയനാണ്. ആണോ? കേട്ടില്ല എല്ലാവരും? കേട്ടോ? നിങ്ങളെ മരുമോൻ പറഞ്ഞ കേട്ടോ? എനിക്കറിയാം എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് എനിക്കറിയാം. എന്റെ മോളുടെ പഴയ കാര്യങ്ങളൊക്കെ കുത്തിപ്പോക്കാനല്ലേ? അല്ലേ? അവൾ ആരോ പേര് വിളിച്ചു പറഞ്ഞപ്പോ അത് കുറ്റം അല്ല, അത്രയല്ലേ ഉള്ളൂ. നീ കൂടെയല്ല എന്റെ കൊച്ചിന് കണ്ണുകളൊക്കെ കൊടുത്തേ. അത് ഇവൻ മാറി കുടിച്ചായിരുന്നെങ്കിൽ ഈ പഞ്ചായത്തിലെ കംപ്ലീറ്റ് പെമ്പിള്ളേരുടെ പേര് ഇവൻ പഠിച്ചു പറയൂലായിരുന്നോ? പറയില്ലായിരുന്നോ? പറയും. അതുകൊണ്ടല്ലേ എന്റെ കൊച്ചിനെ നിങ്ങൾ കല്ല് കളക്കി കൊടുത്ത. അവളെ ഏതാണ്ടൊക്കെ വിളിച്ചു പറഞ്ഞപ്പോ അവക്ക് കുറ്റം. നിങ്ങൾ അതിന് മനഃപൂർവ്വം കണ്ണു കൊടുത്താലേ അറിയണം. എന്നിട്ട് ഈ സുഖേച്ചിനെ ഇവിടുന്ന് പോളൂ. നിങ്ങൾ എന്തിനാ എന്റെ കൊച്ചിനെ കല്ല് കളക്കി കൊടുത്തു? അത് പറ. അതെ, ഈ ഇരിക്കുന്ന സാധനത്തിന് എടുത്തോണ്ട് ഇവിടുന്ന് പോയേ. പിന്നെ അമ്പിളി എന്റെ മോളാ, അവൾക്കുള്ള പ്രശ്നം ഞാൻ പരിഹരിച്ചോളാം. നമുക്കൊന്ന് സംസാരിച്ചിട്ട്. വേണ്ടെന്നേ, നിങ്ങളിപ്പോ ഇവിടുന്ന് പൊക്കോ. ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് നാളെയും പരിഹരിക്കാലോ. അവൾ പോയി കടന്നുറങ്ങട്ടെ. അങ്ങനെ ഇപ്പൊ പോവാൻ പറയുമ്പോ പോവാൻ പറ്റും? എന്റെ കൊച്ചിരിക്കുന്ന കോലം കണ്ടില്ലേ? വേണ്ട, നിങ്ങളെ ഇവളെയും കെട്ടിപ്പിടിച്ചോണ്ട് ഇവിടെ ഇരുന്നു. എന്നിട്ട് അവള് പറയുന്ന കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കിട്ട് ഇവിടുന്ന് പോയാ മതി. എന്തേ ഇയാൾ എടുത്തോണ്ട് പോവാൻ നോക്ക്. നീ എന്നെ കൊണ്ടുപോയി. അത് പിന്നെ ചേട്ടന്റെ കൊറേ നേരായിട്ടാ നീ മനസ്സിലായ മിണ്ടാണ്ടിക്കണ്. മനസ്സിലായ? നീ ഞങ്ങളുടെ ചെക്കനെ തൊട്ടപ്പോഴും ചോദിച്ചേൻ. അമ്മ വണ്ടി പറഞ്ഞ അമ്പേക്ക് കേറ്, വണ്ടി കേറ്, പോയി കിടന്നോ നോക്കട്ടാ. പോടോ. നീ അവളെ കൊണ്ട് റൂമിലേക്ക് പോയേ. വാ മോനെ, വിളിച്ചോണ്ട് പോ. അമ്പിളി വാ. അജയ അതൊന്നും ഡീൽ പിടിക്ക്. അവനുണ്ടല്ലോ, അവൻ എന്നെ ചതിച്ചു.
അവനൊരു നാറിയ. എനിക്ക് അവനെ കാണണം. ആരെ? സുജിത്ത് വാസു. അല്ല അമ്പിളി, അത് പെട്ടെന്ന് എനിക്ക് അവനെ കാണണം. അതെ, ഈ ചതിച്ചു എന്ന് പറയുന്നത് വയറ്റിലെങ്ങാനും ഉണ്ടെന്നാണോ? അമ്പിളി വാ, നമുക്ക് മുറി പോയി എനിക്ക് അവനെ സംസാരിക്കാം. ഇന്ന് തന്നെ കാണണം. നിങ്ങക്ക് ആരാ വേണ്ടേ? വാ, ഞാൻ കൊണ്ടുപോവാം. ദേ, അവള് പറയുന്ന കേട്ടില്ലടാ. അമ്മ ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് വാടി. അങ്ങോട്ട് വന്നേ. അമ്മ ഒന്ന് ആ വയറൊന്ന് മാറ്റിയേക്ക്. അമ്മ ഇവിടെ നടക്ക്. എന്ത്? ഒരു കാര്യം പറയട്ടെ. ഒരു കാര്യം പറയട്ടെ. അമ്മ എവിടേക്കാണ് കാര്യം പറയണത്? എടാ, നീ അവള് പറയുന്നത് കേട്ടില്ലേ? അവളെ ഒരുത്തൻ ചതിച്ചൂന്ന്. അതെ, എനിക്ക് ഇന്ന് സത്യാവസ്ഥ അറിയണം. അമ്മയത് അവള് തമാശക്ക് വെള്ളടിച്ചിട്ട് പറയണതാണ്. ഒന്ന് ഷവറിന്റെ അടിയിലിട്ടാ തീരാവുന്ന പ്രശ്നമുള്ളൂ. നീ എല്ലാ ദിവസവും അവളെ ഷവറിന്റെ അടിയിലിടുവോ? ഇല്ലല്ലോ. ഇതേ ഞാനായിട്ട് ആലോചിച്ച് നടത്തിയ കല്യാണ. അപ്പൊ അതിന്റെ ഉത്തരവാദിത്വം എനിക്കുണ്ട്. അമ്പിളി മോളെ, ഈ ചതിയൊക്കെ എത്ര വലിയ സംഭവമാണോ? എന്നെ 3 ആള് കല്യാണത്തിന് മുന്നേ ചതിച്ചുള്ള, എന്നിട്ട് എനിക്ക് വല്ല കുഴപ്പമുണ്ടാ? ആ 3 പേർക്ക് വല്ല കുഴപ്പമുണ്ടാ? എല്ലാവർക്കും സുഖമായിട്ട്. അതെ, എന്റെ കൂടെ ആരാ വരുന്ന വെച്ചാ വേഗം റെഡി ആയിക്കൊള്ളണം. ഇപ്പൊ തന്നെ പോണം. അജിതേ, അവക്ക് കുറച്ച് പുളിവെള്ളം കൊടുത്ത് വേഗം വണ്ടി കയറ്റാൻ നോക്കും. ഇത് പുളിവെള്ളത്തിലൊന്നും തീരുന്നില്ല. തീരുമാനമായി. ഓൾ ഈസ് വെൽ. സജീവ, ആ പോവാം. ഇരിക്ക് അവിടെ. സുജിത്ത് വാസുവിനെ കാണാൻ പോവാ. പോവാണ്. ഇപ്പൊ തന്നെ കാണാൻ പോയി. ഇപ്പൊ നടക്കില്ല. ശ്രീകുട്ടി കേറ്റി. ഇനി സുഹൃത്ത് വാസു എന്ന് ചോദിച്ചാൽ അവൻ ചത്തെന്ന് പറഞ്ഞേക്ക്. അല്ല, ആരും കഴിച്ചില്ലെങ്കിൽ പട്ടിക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു. പറയാം, സമയം കേട്ടാ. അല്ല, ഈ ആരോമലിനെ ഒറ്റയ്ക്ക് വിടുന്നത് ശരിയാണോ? നമ്മളോട് പോണ്ടേ? ആരോമന്റെ കൂടെ പോയിട്ടുള്ള എന്റെ അമ്മായിമയാ. അപ്പൊ തന്നെ അറിയാലോ? അറിയോ? പണ്ടേ നമ്മുടെ വടകര RTO ജെയിംസ് ജേക്കബ് സ്ഥലം മാറി നമ്മുടെ ഇവിടെ ചാർജ് കൊടുത്തു. അതുവരെ ഉണ്ടായിരുന്ന രീതികളൊക്കെ ഇങ്ങോട്ട് മാറി. നിസ്സാര കാര്യത്തിന് നമ്മുടെ പിള്ളേരെ പൊട്ടിക്കാൻ തുടങ്ങി. സംഭവം എന്നിട്ട് കമ്മീഷൻ. എന്നിട്ടത് ചോദിക്കാൻ ചെന്ന നമ്മുടെ സ്റ്റാഫിനെ ജെയിംസ് സാർ ഒന്ന് അങ്ങോട്ട് തേമ്പി. അന്ന് രാത്രി അയാളെ ഗസ്റ്റ് ഹൗസിൽ നിന്ന് വിളിച്ചിറക്കി നാട്ടുകാരെ മുന്നിട്ട് വെല്ലു വിളിച്ചത് നമ്മുടെ അമ്മായിമ്മ. മനസ്സിലായ? അമ്മയ്ക്ക് ഇങ്ങനെ അമ്മ കള്ളു കുടിച്ചിട്ടില്ലേ? വണ്ടി ഓടിക്കണ്ട. എടി, നിന്റെ തന്ത ചത്ത് 3 മാസമായപ്പോ മുതൽ ഈ വണ്ടി ഓടിച്ചു തുടങ്ങിയതാ. എനിക്കറിയാം എങ്ങനെ ഈ വണ്ടി ഓടിക്കണമെന്ന്. പോയി വണ്ടി കയറി. ആ ഉണ്ടളിനെ കൊണ്ട് എങ്ങനെങ്കിലും ഒന്ന് വന്നേ. ചെക്കനെ കൊണ്ടുവന്ന് പോരുത്. നീ അങ്ങോട്ട്. നീ വരുന്നില്ലേ? നീ ഹാപ്പി ആയില്ലേ? അമ്മേ, പോണെന്ന് നിർബന്ധമുണ്ടോ? എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് വണ്ടി കയറാ. കേറില്ലോ അമ്പിളി. അമ്മേ, എന്റെ പൊന്നളി, അനിയൊക്കെ വണ്ടി റേഡിയാക്കി നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുക. പോണ്ടേ? നമുക്ക് പോകുന്ന വഴിക്ക് അടിക്കാന്ന്. വാന്ന് പോളി അങ്ങോട്ട് പോ. അമ്മേ, ഞാനൊരു കാര്യം പറയട്ടെ. എന്തായാലും ഈ സംഭവം നമ്മുടെ നാട്ടുകാരെ അറിഞ്ഞാണ്. ഇനി അവിടെ പോയി ആ നാട്ടുകാരോട് അറിയിക്കണോ? സംഭവം നമ്മുടെ ഭാഗത്താണ് ന്യായമെങ്കിലും വാദി പ്രതിയാകും. ഞാൻ തൂങ്ങും. ഞാൻ ഉദ്ദേശിച്ചതേ, നാളെ നേരം വെളുക്കുമ്പോ അമ്പിളി എന്താ പറഞ്ഞതെന്ന് അമ്പിളിക്ക് ഒരു ഓർമ്മ ഉണ്ടാവില്ല. ചില സമയത്ത് ഞാൻ എന്താ പറയണെന്ന് എനിക്കും ഒരു ഓർമ്മ ഇട്ടാറില്ല. പിന്നെയാണ് അമ്പിളിക്ക് അയ്യേ സുജിത്ത് വാസു പട്ടി അടിക്കാനായിട്ട്. സുജിത്ത് വാസുവിനെ ഷാറുഖാനെയൊക്കെ നാളെ രാവിലെ കട്ടിത്തന്നാ മതിയോ? ഞാനിവിടെ പറഞ്ഞെടുത്തത് ചേച്ചി. ചില നേരത്തെ എനിക്ക് ഓർമ്മ. ചേച്ചിക്ക് നല്ല ഓർമ്മയാണ്. താങ്ക് ഗോഡ്. അമ്മേ, അതാ ഞാൻ പറഞ്ഞത്. നാളെ നേരം വെളുക്കുമ്പോഴേക്കേ എല്ലാം ഒന്ന് കലങ്ങി തെളിയും. എന്നിട്ട് പോരെ നമുക്ക് അങ്ങോട്ട് പോവല്. ഇപ്പൊ വെറുതെ ഡീസൽ കത്തിക്കണോ? അമ്മ ഒന്ന് ആലോചിച്ച് നോക്ക്. അതെ, നീ ഒന്ന് വണ്ടി ഇറങ്ങിയേ. ഇറങ്ങ്. അമ്മ സീരിയസ് ആണ്. അമ്മ എല്ലാം കാര്യമായിട്ട്. അതെ, നിന്റെ അളിയൻ ബാക്കിലെ വണ്ടി കൊണ്ട് വരുന്നുണ്ടല്ലോ. നിനക്ക് പോണെങ്കിലേ ആ വണ്ടി കയറി പൊക്കോ. ഞങ്ങള് പൊക്കോളാട്ടാ. അജി, മുന്നോട്ട് വന്നിരുന്നേ. നീ ഒറ്റയ്ക്ക് നിൽക്കുമല്ലോ അല്ലേ?